പൊടി ഞാൻ കാണിച്ചു തരാൻ പോവാണ്. പൊടി ഇതിൻ്റെ ഉള്ളിലാണ് വന്ന് സ്റ്റോറാ വന്ന്. സോ ഇതിനുള്ളിലത്തെ പൊടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന്. വേറെ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്ത് രസം. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ കുറച്ച് പൊടി എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഡെയിലി വീടൊക്കെ തുടയ്ക്കുന്നവരാണെങ്കിൽ ഒരു 5-6 ദിവസം ഇവരെ പണിയെടുപ്പിക്കുക. അത് ചുരുക്കം പറഞ്ഞാൽ ഇതിൽ കാണാൻ പറ്റും എവിടെയൊക്കെ ക്ലീൻ ചെയ്ത് തന്നു. ഇപ്പോൾ ഈ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് RC കാർ വേറൊന്നുമല്ല. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാനൊരു നമ്മുടെ റൂമൊക്കെ ക്ലീൻ ആക്കാനുള്ള ഒരു റോബോട്ടിന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ ടൈപ്പ് വീട്ടിലായതുകൊണ്ട് ഇപ്പോൾ എന്നോടാണ് ഇപ്പോൾ റൂം അടിച്ചാരും തുടയ്ക്കാനൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര മടിയുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു റോബോട്ടിന് വാങ്ങിയിട്ടുണ്ട് ഓൺലൈനിൽ നിന്ന്. സോ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു അതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയെന്നൊക്കെ. സോ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റോബോട്ട് ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഏതോ വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ റൂമൊക്കെ അടിച്ചാലും തുടയ്ക്കാനൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ഒരു റോബോട്ട് ഇട്ട് നടക്കുന്നത്. സോ ഞാനൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. സോ ദേ ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും വാങ്ങാം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. സോ നമുക്ക് ഇത് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് എത്രത്തോളം അടിപൊളിയാണ്. നമ്മളൊരു വാങ്ങിച്ചേക്കുന്നത് ഒരു വെറൈറ്റി ബ്രാൻഡാണ്. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ പേര് മെക്ടോറിംഗ് എന്നാണ്. മെക്ടോറിംഗ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അവർ നമ്മുടെ ഈ ക്ലീനിങ് റോബോട്ടിനെ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്. സോ അവരുടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇതേപോലത്തെ ഒരു പാക്കിങ്ങിലാണ് വന്നേക്കുന്നത്. വാ സീന്. സോ ഇത് അൺബോക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെക്ടോറിംഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെയാണ് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ MOPEX1 എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ അതാണ് ഈ ഒരു ഇതിൻ്റെ ശരിക്കുള്ള പേര് എന്ന് പറയുന്നത്. അതിൽ MOPEX1 മെക്ടോറിംഗ് റോബോട്ടിക്സിൻ്റെ തന്നെ MOPEX1 എന്ന് പറഞ്ഞൊരു മോഡലാണിത്. എന്തായാലും അൺബോക്സ് ചെയ്യാം ഗായ്സ്. അപ്പോൾ ഇവിടെ നിന്നാണ് അൺബോക്സ് ചെയ്യേണ്ടത് ഗായ്സ്. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇത് മാറ്റുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഐറ്റംസ് ഇതേ ഇരിക്കുന്നുള്ളത് ഗായ്സ്. അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങണത്. അപ്പോൾ എനിക്ക് വെറുതെ ഇരിക്കുമല്ലോ വീട്ടിൽ. നമുക്കൊരു യൂസർ മാനുവലും ഒരു മെമ്പർഷിപ്പ് ഗോൾഡ് മെമ്പർഷിപ്പിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്, യൂസർ മാനുവൽ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് അസംബിൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കിയാൽ മതി. സോ ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ മെയിൻ പ്രൊഡക്റ്റാണ്. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ തുടയ്ക്കാനുള്ള 2 തുണി വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചാർജിങ് ഡോക്ക് വന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതൊക്കെ ഞാൻ ഫുള്ള് കാണിച്ച് തരാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളൊരു ഫിൽറ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ക്ലീൻ ആക്കാനുള്ളൊരു ബ്രഷ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരു സെപ്പറേറ്റ് ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഇത് ചാർജ് ചെയ്യാനുള്ളൊരു കേബിൾ വന്നിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബോക്സിൽ വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു ഇതിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ ഗൈസ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന എക്സ്ട്രാ ഐറ്റംസ് ഒക്കെ നമ്മൾ മാറ്റി വയ്ക്കാം. ഈ ഐറ്റം നമ്മൾ മാറ്റി വയ്ക്കാം. സോ ഗൈസ് അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ നമ്മുടെ റോബോട്ടിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് അവിടെ MOPEX1 എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഓണാക്കുള്ള സ്വിച്ചും ഒരു ഹോം ബട്ടണും കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു വെള്ളം നിറയ്ക്കാനുള്ളൊരു ഇത് കിട്ടുന്നുണ്ട്, ഒരു ടാങ്ക് കിട്ടുന്നുണ്ട്. ഇതിൽ 250 മില്ലി വാട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം മതി നമ്മുടെ റൂമൊക്കെ തുടയ്ക്കാനായിട്ട്. അധികം വെള്ളമൊന്നും കോരി തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളാണ് ഊരെടുക്കാനായിട്ട്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇത് അമർത്തുമ്പോൾ ഇത് പുറത്തേക്ക് എടുക്കാം, ഇത് അകത്തി വയ്ക്കാം. വെരി സിമ്പിൾ. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ 2 ഐറ്റംസ് ഒരു കുഷ്യൻ പോലെ വെച്ചിട്ടുണ്ട്, അത് മാറ്റി കളയണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു തൊലി കളയാനുണ്ട്. അത് പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. വെള്ള കളറാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വലിച്ച് വെക്കുന്ന ഡസ്റ്റ് ഫുള്ളും കളയേണ്ടത് ഈ ഒരു ഇതിലാണ്. അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡസ്റ്റിൻ്റെ ബോക്സ് പുറത്തേക്ക് വരും. ഇതിനുള്ളിൽ നമുക്ക് പൊടി കളയാൻ പറ്റുന്നതാണ്. 350 മില്ലി ആണ് ഈ ഒരു ഡസ്റ്റ് ബോക്സിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ അതടയ്ക്കാം. നമ്മൾ ഈ പൊന്തിക്കണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലേസർ റഡാറാണ്. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മുടെ ഈ കാണുന്ന റൂം ഫുള്ളും ഇത് മാപ്പ് ചെയ്തെടുക്കാം. മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം നമ്മുടെ റൂം ഫുള്ളും നമ്മുടെ ഈ കാണുന്ന റൂം മൊത്തം എവിടേക്കാണോ ഇത് പോകേണ്ടത് അവിടെ മൊത്തം ഇത് മാപ്പ് ചെയ്യും. മാപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി പോയിട്ട് പിന്നെ അത് വൃത്തിയായിക്കോളും. ഇതിന് ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. സോ അതൊക്കെ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഇത് ഒരു ഫുൾ ചാർജിൽ 140 മിനിറ്റ് തൊട്ട് 180 മിനിറ്റ് വരെ ഇത് ഫുള്ളായിട്ട് കിടന്ന് ഓടിക്കോളും, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ 5200 mAh ഒരു ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നോർമൽ ഒരു ഫോൺ ചാർജ് ചെയ്യണ ഒരു ഇത് മതി ഇത് ചാർജ് ആവാനായിട്ട്. അധികം വലിയ കറണ്ട് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. പിന്നെ ഈ ഒരു ഇതിൻ്റെ നമ്മുടെ റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2500 to 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ളൊരു വീടിനതേ ഈ ഒരു ഐറ്റം മതി. അത് സിമ്പിളായിട്ട് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് വന്നോളും. നമുക്ക് വേറെ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്ത് രസം. അപ്പോൾ അതെ നമ്മളിതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. സോ ഞാൻ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കണ്ടോ, നൈസ്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ റൂം ക്ലീൻ ആക്കാൻ പോകുന്നത്.
അപ്പോൾ ഇത് എത്രത്തോളം ക്ലീൻ ആവും, എത്രത്തോളം ഡസ്റ്റ് കിട്ടും, എത്രത്തോളം തുടച്ച് അടിപൊളിയാക്കും എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഇതാണ് ചാർജിങ് ഡോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഐറ്റത്തിൻ്റെ ഉപയോഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇപ്പോൾ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ്. സോ ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റോബോട്ട് ഓട്ടോമാറ്റിക്കലി വന്നിട്ട് ഇത് ചാർജ് ആയിക്കോളും. അതാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇതിൻ്റെ ചാർജറാണ്. സോ ഈ ഒരു ഐറ്റം നമ്മുടെ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചാർജിങ് ഡോക്ക് ഞാൻ ഇവിടെ കണക്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇവിടെ ജസ്റ്റ് എവിടെയെങ്കിലും മൂലക്കിൽ ഇതേപോലെ വെച്ചാൽ മതി. സോ അവിടെ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ ആ കാണുന്ന റോബോട്ട് അതിൻ്റെ ചാർജ് കഴിയാറാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നിട്ട് അവിടെ ചാർജ് ആവും. പിന്നെ ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ എന്ന് പറയുന്നത്. ഇത് വാറണ്ടി കാർഡാന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ വാറണ്ടി ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യിക്കേണ്ടതെന്നൊക്കെ. സോ ഇത് കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. ഞാൻ പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇത് വർക്ക് ചെയ്യിക്കണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വേണം, ഒരു ആപ്പ് വേണം. സോ ആപ്പിൻ്റെ പേരാണിത്, ഈ കാണുന്ന സ്മാർട്ട് ലൈഫ് ലിവിംഗ് എന്ന് പറയുന്ന സംഭവം. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ആക്കാം. അതിലേക്ക് നമ്മുടെ ഡിവൈസ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡിവൈസ് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കണം. ഇവിടെയാണ് ഓൺ ആക്കേണ്ട സ്വിച്ച് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. സോ അതിന് ശേഷം ഇവിടെ ആഡ് ഡിവൈസ് കൊടുക്കുക. സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് കൊടുക്കുക കാര്യങ്ങളൊക്കെ, ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ ഓണാക്കി കൊടുക്കണം. അത് ഓണായിട്ടുണ്ട്. ഇവിടെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നമ്മുടെ ആ ഒരു ഇതിനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. നമ്മുടെ ആ വാക്വം ക്ലീനർ ഇതിൽ ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഡൺ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിൽ 80% ചാർജ് ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ മാപ്പിംഗ് ചെയ്യാൻ മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇത് തിരിച്ച് വന്നിട്ട് ഈ പൊസിഷനിൽ നിന്നോളും. സോ ചാർജ് ചെയ്യേണ്ട പോസ്റ്റർ എവിടെ നിന്നാണോ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് നമ്മുടെ ആ കാണുന്ന റോബോട്ട് എന്ത് ചെയ്താലും നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ വന്നോളും. ഇപ്പോൾ ചാർജിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചാർജിങ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിലിപ്പോൾ നമ്മൾ ക്വിക്ക് മാപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്വിക്ക് മാപ്പ് ചെയ്യും. ഇതോടെ എല്ലാ സ്ഥലത്തും പോയിട്ട് അത് മാപ്പ് ചെയ്ത് നമ്മുടെ ഈ കാണുന്ന റൂമിൻ്റെ ഒരു ലേ ഔട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ കാണിക്കും, ഇത് ലേ ഔട്ട് സെറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ സോ നമുക്ക് ഏതൊക്കെ സ്ഥലത്ത് ഇത് നമുക്ക് തുടയ്ക്കണമെങ്കിൽ ആ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ തുടയ്ക്കാൻ പറ്റും. അതേപോലെ ഏത് സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് പോവില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ റോബോട്ട് അവിടെ ചാർജ് ചെയ്തിരിക്കുന്നുണ്ട്. സോ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. സോ അന്നേരമാണ് നമുക്കൊരു കൃത്യ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. 8000 PA സക്ഷൻ പവറാണ് വന്നിരിക്കുന്നത്. സക്ഷൻ പവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പൊടി വലിച്ചെടുക്കാനുള്ള ഒരു പവർ 8000 PA ഉണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ റൊട്ടേറ്റിംഗ് ബയോമെട്രിക് മോപ്പിംഗ് ഉണ്ട്. ബാക്കിൽ രണ്ടെണ്ണം കണ്ടില്ലേ, രണ്ടിങ്ങനെ തിരിയണത്. അപ്പോൾ അത് രണ്ടെണ്ണം വന്നിട്ടുണ്ട്. അതും വൈബ്ര പ്രോ ടെക്നോളജി എന്ന് പറഞ്ഞൊരു ടെക്നോളജി വെച്ചിട്ടാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഷെഡ്യൂൾ ഇത് വയ്ക്കാം, നിങ്ങൾക്ക് ടൈമിങ്ങും കാര്യങ്ങളും വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ അടിച്ച് തുടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, വൈകുന്നേരം അടിച്ച് തുടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ടൈമിങ് ഷെഡ്യൂൾ വയ്ക്കാൻ പറ്റും. പിന്നെ 6 ആക്ക് മോഡിലാണ് ഇത് ക്ലീൻ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇതിങ്ങനെ വരും, അവിടെ നിന്ന് പിന്നെ ഇതിങ്ങനെ പോവും. അങ്ങനെ ഒരു ഭാഗം പോലും വിടാണ്ട് മുക്കും മൂലയും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടായിരിക്കും പുള്ളിക്കാരൻ പണിയെടുക്കുക. സോ അതിൽ ഇപ്പോൾ അവിടെ വൃത്തിയാവും ഇവിടെ വൃത്തിയാവില്ല അങ്ങനത്തെ ഒരു മൈൻഡ് വേണ്ട, ഫുള്ള് വൃത്തിയാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5200 mAh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 140 മിനിറ്റ് തൊട്ട് 180 മിനിറ്റ് വരെ സിമ്പിളായിട്ട് നമ്മുടെ പുള്ളിക്കാരൻ വർക്ക് ചെയ്തോളും, ഒരു കുഴപ്പമില്ല. അത് ചാർജ് ചെയ്ത് തരുമ്പോൾ നമ്മൾ കൊണ്ടുപോയി ചാർജിൽ കുത്തേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി വന്ന് അത് ചാർജിൽ കയറിക്കോളും. ഇത് അലക്സ, സിറി, ഗൂഗിൾ ഹോംസ് ഇതിലൊക്കെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ അതിനോട് പറഞ്ഞാൽ മതി. ലൈക്ക് ഇപ്പോൾ അലക്സ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ട് അത് ചെയ്തോളും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. സോ അതിനനുസരിച്ചിട്ട് അത് ക്ലീൻ ചെയ്യും. ആ കാർപ്പറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ അത് ഒരു സ്പെഷ്യൽ മോഡ് ഓൺ ആവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവിടെ ക്ലീനിങ് കാര്യങ്ങൾ നടത്തും. കാർപ്പറ്റൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ നമുക്ക് 5 മാപ്പുകൾ വരെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് മൊത്തമാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമതൊരു നിലയുണ്ടെങ്കിൽ അവിടെയും നമുക്ക് മാപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഒരു റൂമിലേക്ക് പോകണ്ട, ആ ഒരു റൂമിലേക്ക് നിങ്ങൾക്ക് അടിക്കാൻ തുടയ്ക്കാനൊന്നും ഈ ഒരു സാധനം കടത്തി വിടണ്ട എന്നിങ്ങനെ അത് നിങ്ങൾക്ക് ആ ഒരു ആപ്പിൽ സ്പോട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. സോ പുള്ളിക്കാരൻ അവിടെ പോവില്ല, ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ നിലയിലാണ് ഇത് വൃത്തിയാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കോണിപ്പടിയുടെ അവിടെ വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ട് അത് തിരിച്ചു പൊക്കോളും. ഇപ്പോൾ കെട്ടിമറിഞ്ഞ് വീഴുന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ വാറണ്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ 12 മാസത്തെ വാറണ്ടി, മീൻസ് ഒരു കൊല്ലത്തെ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ ഇവനെ വെച്ചിട്ട് ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാപ്പിംഗ് ചെയ്യണം. സോ ഇതിലിപ്പോൾ 96% ഉണ്ട്. സോ നമുക്ക് ഒരു ക്വിക്ക് മാപ്പിംഗ് ചെയ്യാം. എടാ മാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാപ്പിംഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഇതിൻ്റെ ഈ മേലെ ഇരിക്കുന്ന സംഭവം വെച്ചിട്ട് ഇതൊരു ലേസർ റഡാറാണ്. അത് വെച്ചിട്ട് എല്ലാ ഭാഗങ്ങളും ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ലേ ഔട്ട് അത് പ്രിപ്പയർ ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. ഇതിനിപ്പോൾ എവിടെയെങ്കിലും തടസ്സം വരികയാണെങ്കിൽ ആ ഒരു ഭാഗം നോക്കിയിട്ട് അത് കൃത്യമായ രീതിയിൽ അത് പൊക്കോളും. കണ്ടാ ഇപ്പോൾ ഒരു ചെറിയൊരു അഡിജിന് വ്യത്യാസം ഉണ്ടെങ്കിൽ അതുവരെ അത് ക്ലീൻ ആക്കിയിട്ട്, ക്ലീൻ മീൻസ്
ആ ഒരു ഭാഗത്തേക്ക് ക്ലിയർ ആക്കിയിട്ട് പൊക്കോളും. ഇതിനെ മുന്നിൽ ഇപ്പോൾ എന്തെങ്കിലും സാധനം തട്ടാൻ വരാണെങ്കിൽ അത് മാറി നിന്നോളും, ഒരു കുഴപ്പമില്ല. ഇതിൽ മാപ്പിംഗ് എഴുതിയാണ് ഇനി കാണാം. സോ നമ്മൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്താലും സോ അത് ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോള് മാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് ഹോളിലേക്ക് കടന്നിരിക്കുകയാണ്. സോ ഇതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും പോയിട്ട് വരും. ഈ ഒരു റൂമിലേക്ക് ഇനി കയറി പോകുമ്പോൾ വേണം അവൻ ഇത് ആ കാണുന്ന റൂമും അവിടെയൊക്കെ കഴിഞ്ഞു, ഈ റൂമും കഴിഞ്ഞു. ഇനി ഫൈനലി അവിടെ പോയതിന് ശേഷം ഇനി തിരിച്ച് വന്ന് പുള്ളിക്കാരൻ ചാർജ് ചെയ്യാൻ കയറും. അതാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ റൂമിൻ്റെ ഒരു മാപ്പ് പുള്ളിക്കാരൻ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഉണ്ടോ, ഇതാണ് നമ്മുടെ ആ കാണുന്ന റോബോട്ടിൻ്റെ പോയിന്റ് വന്നിരിക്കുന്നത്. സോ അത് എവിടേക്ക് മൂവ് ചെയ്താലും ഈ കാണുന്ന ഈ ഒരു പോയിന്റ് അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പുള്ളിക്കാരൻ മാപ്പിംഗ് കഴിഞ്ഞിട്ട് നേരെ പോയി ചാർജിങ്ങിൽ കയറും. ചാർജിങ് സ്റ്റേഷൻ്റെ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. ഗൈസ് അപ്പോൾ ഫൈനലി നമ്മുടെ മാപ്പിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇത്രയും റൂമുകളാണ് ഉള്ളത്. ഇനി ഈ റൂമിൽ ഏതെങ്കിലും റൂം നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുള്ളിക്കാരൻ മാപ്പിംഗ് കഴിഞ്ഞ ശേഷം തിരിച്ച് ചാർജ് ഉണ്ടോക്കി കയറി പോകാൻ പോവാണ്. ശ്രദ്ധിച്ചോ കണ്ടാ, ഇൻ ചാർജിങ്. ഗൈസ് അപ്പോൾ ഇനിയാണ് മെയിൻ പരിപാടി തുടങ്ങാൻ പോകുന്നത്, ക്ലീനിങ് ചെയ്യാന്നുള്ളത്. സോ ഇപ്പോൾ ജസ്റ്റ് മാപ്പിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ക്ലീനിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം, വേറെ ഒന്നുമില്ല. ഇതിലിപ്പോൾ നമുക്ക് ഫുൾ റൂം ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഈ റൂമും അപ്പുറത്തുള്ള ആ റൂമും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഈ റൂം, ഈ 2 റൂമുകളും. സോ ഇതിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഏതൊക്കെ റൂം ക്ലീൻ ചെയ്യണമെന്ന്. സോ ഞാൻ 2 റൂം സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ 2 റൂം ക്ലീൻ ചെയ്യുന്നത് എങ്ങനെ കാണിച്ചു തരാം. ഇതിൽ ഇനി ഇത് അമർത്തി കഴിഞ്ഞാൽ കണ്ടാ റൂം ക്ലീനിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൂം ക്ലീൻ ചെയ്യുന്ന മുമ്പ് നമ്മുടെ ഈ വാട്ടർ ടാങ്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം നിറയ്ക്കണം. സോ ഈ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ എന്തോരം ഇപ്പോൾ വാട്ടർ ലെവലും ഞാൻ മിഡിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടിച്ച് വാരൽ മാത്രമാണെങ്കിൽ അടിച്ച് വാരൽ, തുടയ്ക്കണമെങ്കിൽ തുടയ്ക്കാം, അല്ലെങ്കിൽ 2 കൂടി വേണമെങ്കിൽ അതും ചെയ്യാം. പിന്നെ ഫാൻ്റെ ലെവൽ ഞാൻ സ്ട്രോങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും. പുള്ളിക്കാരവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മുക്കിലും മൂലയിലും പോയിട്ട് പുള്ളി ക്ലീൻ ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റും എൻ്റെ മുടിയൊക്കെ ഇവിടെ വീണ് കിടക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ട്, അഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവ ക്ലീൻ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റും അടിഭാഗം തിരിയണത്. ഞാനിപ്പോൾ അടിക്കലും തുടക്കലും ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് അടിച്ചു വാരനുണ്ട്, അതേപോലെ തുടക്കനുണ്ട്. എങ്കിൽ കാണുന്ന ഈ ഐറ്റം കണ്ട, ഇത് എവിടെയും തട്ടി കഴിഞ്ഞാൽ അതാണ് ഉള്ളിൽ കയറിപ്പോക്കോളും. അപ്പോൾ ലൈക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എവിടെ തട്ടിയാലും അതിനൊരു ഷോക്ക് പോലെ അത് ആക്ട് ചെയ്തോളൂ. ചവിട്ടിയുടെ മേലെ കയറി പോയിട്ടുണ്ട്. അപ്പോൾ ചവിട്ടിയുടെ മേലത്തെ പൊടി ഫുള്ളും വലിച്ചെടുത്തിട്ടുണ്ട്. മാപ്പിൽ കാണാൻ പറ്റും ആ പുള്ളിക്കാരൻ പോണ വഴികൾ ഇങ്ങനെ ഒരു വൈറ്റ് ലൈനിൽ പോവും. ഇതിങ്ങനെ വട്ടം ചുറ്റിയിട്ട് ഇങ്ങനെ സിക്സാഗ് ആയിട്ട് പോവും. സെറ്റിയുടെ അടിയിലൊക്കെ പോയിട്ട് പുള്ളി ക്ലീൻ ആക്കുന്നുണ്ട്. കാണാൻ പറ്റും ഏതൊക്കെ മുക്കിൽ പോലും പോകാൻ പറ്റും, അവിടെ ഒക്കെ പുള്ളി പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇതൊക്കെ വടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളൊക്കെ നന്നായി പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ തുടയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ കയറാൻ പറ്റില്ല, ഇതിൻ്റെ മേലെ ഈ സംഭവം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ പോവില്ല. ഇപ്പം നിങ്ങൾ ഡെയിലി വീടൊക്കെ തുടയ്ക്കുന്നവരാണെങ്കിൽ ഒരു 5-6 ദിവസം ഇവരെ പണിയെടുപ്പിക്കുക. അതിനുശേഷം ഒരു ദിവസം നൈസായിട്ട് തുടച്ചാൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ കുറച്ച് പൊടി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പുള്ളിക്കാരോടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8000 സക്ഷൻ പവറാണ് ഇതിൻ്റെ ആ ഒരു പൊടി വലിച്ചെടുക്കാനും അതുപോലെ തുടയ്ക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്യാവശ്യം അടിപൊളിയാണ്. നോക്കിയേ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു. എന്താ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ കണ്ട, വെട്ടിത്തളങ്ങളുണ്ട് അവിടെയൊക്കെ. പുള്ളി എല്ലാ ഭാഗത്തും പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് പിടിച്ച് മാറ്റാനൊന്നും പുള്ളി കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ചുറ്റും കിടന്ന് കറങ്ങും. അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും ക്ലീൻ ആക്കും. ഇവിടെ ചുരുക്കം പറഞ്ഞാൽ ഇതിൽ കാണാൻ പറ്റും എവിടെയൊക്കെ ക്ലീൻ ചെയ്തു. പകുതി പാർട്ട് ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതേ മോനെ ഇവിടെ കിടന്ന് നടക്കുന്നുണ്ട്, അവിടെ കിടന്ന് നടക്കുന്നുണ്ട്. സോ ഇനി കുറച്ചുകൂടി ഭാഗം ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു റൂം അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട്. ശേഷം നമ്മൾ സെക്കൻഡ് റൂമിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ പുള്ളി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഓരോ കോർണർ ഇങ്ങനെ പോവും, അതിനുശേഷം പിന്നെ ഫുള്ളായിട്ട് വടിച്ചെടുക്കും. അങ്ങനെയാണ് ഇത് കാണാൻ പറ്റും. പുള്ളി ഇവിടെ തുടച്ചിട്ട് പോയിരിക്കുന്നത്. അത് ഇപ്പോൾ ഈ ഭാഗം തുടച്ചിട്ടില്ല എന്നിപ്പോൾ നിങ്ങൾ പറയും, പക്ഷേ പുള്ളിക്കാരൻ അത് സിക്സാക്ക് ആയിട്ട് ഇവിടെ ഫുള്ള് തുടയ്ക്കും. ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ ഇതിൻ്റെ ഇടയിലൊക്കെ തുടച്ച് വരുന്നു. ഐസ പുള്ളിക്കാരൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നേരെ പോയിട്ട് ഇനി ചാർജിൽ കയറാൻ പോവാണ്. സോ അത് ഓട്ടോമാറ്റിക്കലി അത് ചാർജിൽ കയറിക്കോളും. ഇതാണ് ചാർജർ, നമ്മുടെ തന്നെ വന്ന് കയറിക്കോളും. അവസാനം ചാർജിങ്ങിൽ കയറി. അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാം ഇതിനുള്ളിൽ എത്രത്തോളം പൊടി കിട്ടിയെന്ന്. അതേപോലെ തന്നെ ആ ഒരു തുണിയുടെ ഒരു അഴുക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാധനം കണ്ട, ഇതിങ്ങനെ എവിടെയും തട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു ഷോക്ക് പോലെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റത്തിന് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. പൊടി ഞാൻ കാണിച്ചു തരാൻ പോവാണ്. പൊടി ഇതിൻ്റെ ഉള്ളിലാണ് വന്ന് സ്റ്റോറാ വന്ന്. സോ ഇതിനുള്ളിലത്തെ പൊടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന്. ഗൈസ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ പൊടിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. മീൻസ് 2 റൂമ് ക്ലീൻ ചെയ്തിട്ടുള്ളൂ.
സോ അതിനുള്ളിൽ നിന്ന് കിട്ടിയ പൊടികളാണ്. ആണ് ഒരു ഫിൽറ്റർ ഉണ്ടല്ലോ, അതാണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത്, അത് മാറ്റാൻ പറ്റുന്നു. സോ ഈ കാണുന്ന പൊടി നമുക്ക് ഇതുപോലെ കളയാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ ചാർജിന് കയറ്റിയിട്ടുണ്ട്. ഇനി അടിപൊളിയായിട്ട് ചാർജ് ചെയ്തോളും. ഈ ആവശ്യം വരാണെങ്കിൽ നമ്മുടെ മറ്റേ ആപ്പ് എടുത്തിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്, കാരണം ഇനി എനിക്ക് വീടടിച്ച് വരി തുടക്കേണ്ട ആവശ്യമില്ല. സോ എന്തായാലും ഇതുമായി മേടിക്കാനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ കയറി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വാങ്ങുന്നത് കമൻറ്റ് അടിച്ചോളൂ കേട്ടോ.